ഹലോ, ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു സാമ്പാർ ഉണ്ടാക്കിയാലോ. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്തു വെക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? പുളി പുതിർത്ത് വെക്കലാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ നമ്മളത് മറന്നു പോകും. എനിക്ക് തന്നെ അങ്ങനെ പറ്റാറുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് സാമ്പാറിലേക്ക് വേണ്ട പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണേ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ജീരകത്തിന്റെ പൊടിയുണ്ട്, ഉലുവപ്പൊടിയുണ്ട്, പിന്നെ ഉള്ളത് കായത്തിന്റെ പൊടിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം പരിപ്പ് ഒരു 4 വിസിൽ വേവിച്ചെടുക്കാം. നല്ലോണം വെന്ത് വരണേ. അപ്പോൾ പരിപ്പ് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് ഞാനിത് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ച പൊടികളും പിന്നെ വെള്ളത്തിലിട്ട് വെച്ച പുളിയും പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കുറച്ച് ശർക്കര പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു 2 വിസിൽ വേവിച്ചെടുത്തതിന് ശേഷം ഞാനിതാ കുക്കർ തുറന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മുരിങ്ങക്കായ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മളിത് ഇളക്കിയെടുക്കുമ്പോൾ എല്ലാം കൂടി വല്ലാണ്ട് ഉടഞ്ഞു പോകും. നല്ലോണം ഇളക്കിയെടുത്തതിന് ശേഷം വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർക്കണേ. മാറ്റി വെച്ച മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇടുക്കും കറിവേപ്പിലയും കൂടി വറുത്ത്